കഴുത്തുവേദനയ്ക്ക് 3 നാൾ നീണ്ട ICU വാസത്തിനൊടുവിൽ അസാധാരണമായ ആംബുലൻസ് അല്ലാതെ ആശുപത്രി വിട്ടേതോ ആയുർവേദ ചികിത്സയിലാണ്. വേദനകൾ മാറി. ആരോഗ്യമന്ത്രി ആരോഗ്യം വീണ്ടെടുക്കട്ടെ, സുഖം പ്രാപിക്കട്ടെ. ടേക്ക് കെയർ പ്രിയപ്പെട്ട വീണ ജോർജ്. ആ 40 പോലീസുകാർക്കിടയിലെ 4 വിദ്യാർത്ഥികളുടെ കരിങ്കൊടി പ്രതിഷേധമോ വീണ ജോർജിന്റെ കഴുത്തുവേദനയോ അല്ല പ്രശ്നം. കല്ലെടുത്തെറിഞ്ഞ് നെറ്റിപൊട്ടി ചോരയൊഴുകി അതിന് മാപ്പ് കൊടുത്തൊരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ എത്ര വരെയാകാം പ്രതിഷേധങ്ങൾ എന്ന അക്കാദമിക് ചർച്ചകൾക്കപ്പുറം ഏതോ PR ബുദ്ധി പറഞ്ഞു കൊടുത്തപോലെ വീണ് കിട്ടിയ അവസരം അങ്ങേയറ്റം അനുവാദരഹിതമായി പെരുപ്പിച്ച് കേരളത്തെ ആകെ മൊത്തം മണ്ടന്മാരാക്കാൻ നോക്കിയ അധികാരവർഗ പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ്. മ്ലേച്ഛം ഗീബൽസിന് പഠിക്കലാണ്. നേരത്തെയും പറഞ്ഞാണ്, അധികാരത്തിന് ഒറ്റ ഭാഷ, കേന്ദ്രാധികാരത്തിനെതിരെ സമരം ചെയ്യുന്നവർ മാവോയിസ്റ്റുകൾ, അർബൻ നക്സലുകൾ, മാധ്യമങ്ങൾ, പ്രൊസ്റ്റിറ്റ്യൂട്ട്സ്. അത് സംസ്ഥാനത്തേക്ക് വന്നാൽ സമരം ചെയ്യുന്നവർ തെമ്മാടികൾ, ക്രിമിനൽ കൂട്ടങ്ങൾ, മാധ്യമങ്ങൾ, മാപ്രകൾ. ഡിക്റ്റോ ആണ് സ്വേച്ഛാധിപത്യത്തിന്റെ ധാർഷ്ട്യം നാറുന്ന കെട്ട ഭാഷ. യഥാർത്ഥത്തിൽ എന്തുണ്ടായി എന്നറിയാത്ത ക്ലാരിറ്റിയില്ലാത്ത ആദ്യ മണിക്കൂറുകളിൽ ഏതോ KSUക്കാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ചു തിരിച്ചു, കൈപിടിച്ചൊടിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി പട്ടാപ്പകൽ പച്ചക്കള്ളം പറഞ്ഞത് പോട്ടെ, 10 വോട്ടിന്റെ സ്കോപ്പ് നോക്കലാണ്. പക്ഷേ ഐഡിയലി രാഷ്ട്രീയാതീതമാകേണ്ട സഭാനാഥൻ കലാപങ്ങൾക്കും കുത്തിക്കൊലകൾക്കും കാരണമായേക്കാവുന്ന ഒരു പൊട്ടിത്തെറി അന്തരീക്ഷത്തിൽ ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കണ്ണിൽ കണ്ടു എന്ന മട്ടിൽ ബെഡായി അടിക്കാവോ? ദാ വരുന്ന SKN തമ്മിൽ ഷോയിൽ ആ കുട്ടിയുണ്ട്. ആയുഷ്കാലത്തേക്ക് കൈമുറിച്ചു കളഞ്ഞ പാലക്കാട്ടെ കുഞ്ഞ്. ആരോഗ്യമന്ത്രിയുടെ അജ്ഞാതമായ കഴുത്തുവേദന പോലെയല്ല. ആ പാവത്തിനെ കാണുമ്പോ ചങ്കു പറയുന്ന വേദനയാണ്. ഈ പരാജയ സംവിധാനം മുറിച്ചു കളഞ്ഞ വലത്തെ കൈയടക്കം അണ്ടർ കാർപ്പറ്റിൽ താഴേക്ക് പൂഴ്ത്തിവെക്കാനാണ് ഈ അബച്ചൽ ഡ്രാമയെങ്കിൽ അതൊക്കെ ഒന്ന് വാരി വിഴുങ്ങാൻ നാട് മൊത്തം മുണ്ണക്കൂട്ടങ്ങൾ വിധേയ പ്രജകളെന്നാണോ ധാരണ? രാഷ്ട്രീയ കേരളത്തിന്റെ തലയിൽ ഒന്നാം തരം തലച്ചോറാണ് മാഷെ, മാട്ടപ്പിണ്ണാക്കല്ല.